അപ്പോൾ എങ്ങനെയാ പുതിയൊരു വീഡിയോയിലേക്ക് പോയാലോ? അപ്പോൾ സ്കൂളൊക്കെ തുറന്നല്ലേ, അപ്പോൾ കുഞ്ഞുമക്കളൊക്കെ സ്കൂളിൽ പോകാനായിട്ട് റെഡിയാകുമായിരിക്കും. അമ്മമാർ അടുക്കളയിൽ മക്കളെ പറഞ്ഞു വിടാനുള്ള ഓട്ടപ്പാച്ചിലായിരിക്കും. പിന്നെ ജോലിയുള്ള അമ്മമാരാണെങ്കിൽ ജോലി ഇരട്ടിയായിരിക്കും. അപ്പോൾ ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ട് അവർക്ക് പിന്നെ ജോലിക്കായിട്ട് ഇറങ്ങണ്ടേ. അപ്പോൾ ഞാൻ രാവിലെ ഇതേ ചായയൊക്കെ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം സിറ്റ് ഔട്ടിൽ ചായയൊക്കെ കുടിച്ച് പോയിരുന്നു കേട്ടോ. നല്ലൊരു സുഖമല്ലേ ഇത് രാവിലെ. എന്നിട്ട് രാവിലെ അപ്പവും കണക്കിന് കടുക് വറുത്ത ചമ്മന്തിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ചമ്മന്തി അരച്ചിട്ട് നമ്മൾ കടുക് വറുത്ത് ചിക്കി എടുത്ത് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇതിനൊപ്പം സൂപ്പർ കോമ്പിനേഷനാണ്. ഒരു കട്ടൻ ചായയും കൂടെ ഉണ്ടെങ്കിൽ ഒന്നും പറയാൻ വേണ്ട. സൗണ്ട് ഇത്തിരി അടച്ചിരിക്കുകയാണ്, അതുകൊണ്ട് ഇച്ചിരി ഒരു പ്രോബ്ലം ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരാൾ രാവിലെ തന്നെ നമ്മൾ അടുക്കള വശത്ത് കൊണ്ടുവന്ന് കെട്ടും. അവൾക്ക് രാവിലെ അപ്പം ദോശ ഈ വക സാധനങ്ങളുടെ മണം അടിച്ച് കഴിഞ്ഞാൽ അവൾക്ക് കൊടുക്കാതെ അവൾ വേറെ ആർക്കും കൊടുക്കാൻ സമ്മതിക്കില്ല, കോര നിർത്തൂല. അങ്ങനെ ബെല്ലൂസിന് രാവിലെ ആദ്യം തന്നെ കൊടുത്തു. എന്നിട്ട് പിന്നെ ഞങ്ങൾ കുട്ടികൾക്കും കൊടുത്ത് ഞാനും അമ്മയൊക്കെ രാവിലെ കഴിച്ചു. അപ്പോൾ എനിക്ക് നേരത്തെ ഒരു ഡോഗ് ഉണ്ടായിരുന്നു, ജാനി. ലാബായിരുന്നു. 8 വർഷത്തോളം ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു അവൾ. അപ്പോൾ ഒരു വർഷമായി ഇപ്പോൾ പോയിട്ട്. അവൾ പെട്ടെന്നായിരുന്നു ഒരു ചെറിയൊരു അസ്വസ്ഥത പോലെ പ്രകടിപ്പിച്ച് പെട്ടെന്നങ്ങ് ഇതായി. അപ്പോൾ അവളെ ഞങ്ങൾക്ക് മാത്രമല്ല പരിസരത്തുള്ള എല്ലാവർക്കും പ്രിയപ്പെട്ടതായിരുന്നു ജാനി പോകുന്നതിന് മുമ്പ് തന്നെ ബെല്ലു ഞങ്ങളുടെ കൂടെ ഉണ്ട്. എന്നിരുന്നാലും ജാനിയോളം ബെല്ലു ആണോ എന്ന് ചോദിച്ചാൽ അത് ജാനി വളരെ സ്പെഷ്യലായിരുന്നു ഞങ്ങൾക്ക്. അതുപോലെ അത്ര നല്ലൊരു ഡോഗായിരുന്നു അവൾ. രാവിലെ അതുപോലെ തന്നെ മോക്ക് കുറച്ച് പോസ്റ്റർ വർക്കുകൾ ചെയ്ത് കൊടുത്തു വിടണമായിരുന്നു. അങ്ങനെ കുഞ്ഞിനെ ഞാനും കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്തു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് കുട്ടികൾ സ്കൂളിലേക്ക് പോയി. അതിനുശേഷം ഞാനും അമ്മയും കൂടെ കുട്ടിയും വരെ വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഡ്രീംസ് മാളിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അവിടുത്തെ ലുലു ഡെയിലിയിൽ കയറി ഞങ്ങൾ പർച്ചേസൊക്കെ കഴിഞ്ഞിട്ട് പയ്യെ ഫുഡ് കോർട്ടിൽ പോയി. അവിടെ ഒരു അവൽ മിൽക്കിൻ്റെ ഷോപ്പുണ്ട്. അവിടുത്തെ അവൽ മിൽക്ക് വാങ്ങി കഴിക്കുന്ന ഞങ്ങളവിടെ ചെന്ന് കഴിഞ്ഞാൽ അത് കഴിക്കാണ്ട് വരില്ല, നല്ല ടേസ്റ്റി കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം കുഞ്ഞുങ്ങൾ വന്ന ശേഷം ഞാനും അമ്മയും എൻ്റെ ഫ്രണ്ടിൻ്റെ മോനും പിള്ളേരും എല്ലാം കൂടെ എൻ്റെ വീട് വരെ പോയി. കാവിനെ പറ്റി പിന്നെ നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാവിനെ പറ്റി പറയുമ്പോൾ ഒരു പ്രത്യേക തണുപ്പ് തന്നെ മനസ്സിന് കേട്ടോ. അത്ര നല്ലൊരു അറ്റ്മോസ്ഫിയർ അവിടുത്തെ. അമ്പാടി ആദ്യമായിട്ടാണ് ഇവിടെ വരണത്, പക്ഷേ അവന് ഒത്തിരി ഇഷ്ടമായി കാവ്. തിരിച്ചു പോകാൻ നേരത്ത് എന്നോട് അത് പറയുകയും ചെയ്തു. അങ്ങനെ കാവിൽ കുറേ നേരം കുട്ടികൾ കളിച്ച ശേഷം പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോകാനായിട്ട് റെഡിയായി കേട്ടോ. ചക്കുവിന് ലവ് ബേഡ്സിനെ വേണമെന്ന് പറഞ്ഞ് കുറേ നാളായിട്ട് ബഹളം വെച്ചു. അങ്ങനെ അമ്മ പിന്നെ നിർബന്ധത്തിന് വഴങ്ങി വാങ്ങി കൊടുത്തതാണ്. എനിക്കിതിനോട് വലിയ താല്പര്യമില്ല, കിളികളൊക്കെ കൂട്ടിനടയ്ക്കുന്നതിനോട്. പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.